എവിടുന്നാണ് നിങ്ങൾക്ക് ഡ്രഗ്സ് കിട്ടുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ ഏജൻസ്? The position is very serious. செத்து போனது டிஜிபியோட பொண்ணு. சம்பந்தப்பட்டவங்களை அவர் சும்மா விட மாட்டாரு. இப்ப இந்த கேஸை இன்வெஸ்டிகேட் பண்றது ஏஎஸ்பி ரவி பிரசாத். இந்த சந்தர்ப்பத்தில் என்னால எதுவுமே பண்ண முடியாது. ஏன்னா ரவி பிரசாத் இஸ் வெரி ஸ்டெபான் அண்ட் டேஞ்சரஸ். ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇനിയും നീ എന്താ അന്വേഷിക്കുന്നത്? കസ്റ്റഡിയിലെടുത്ത പിള്ളേരെ തല്ലിച്ചതച്ച് നീ എന്താ ചോദിച്ചത്? ഡ്രഗ്സ് അല്ലേ? അതെവിടെ കിട്ടുമെന്ന് നിനക്ക് അറിയണ്ടേ? ഇവിടെ ഉണ്ട്, തരാവടാ. അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വേണമെങ്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് നിന്നെ അവിടെ വെച്ച് തന്നെ തീർക്കാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നീ ചാവരുത്. ഇതിന്റെ സുഖം നിനക്ക് അറിയണ്ടേ? അത് അനുഭവിക്കണം. പിന്നീട് ഈ ലഹരിക്ക് വേണ്ടി നീ ദാഹിച്ചലയണം. കിട്ടാതെ വരുമ്പോൾ വലിഞ്ഞു മുറിയ ഞരമ്പുകൾ ത്രസിച്ച് നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കണം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി നീ മരിക്കണം. നീ ചെയ്തതിന് ശിക്ഷ. Please, give me an ambulance, please. No, no, no.
ഇന്നത്തെ കഴിഞ്ഞോ? ഉവ്വ. ഒരു റൂമിലേക്ക് പോവാം. പുറത്തെ വിവരങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ആരെയും കാണാൻ അനുവദിക്കുന്നില്ല. ഒരു ടെലിഫോൺ ചെയ്യാൻ പോലും. നിങ്ങൾ എന്താ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുകയാണോ? അറ്റ്ലീസ്റ്റ് നിന്റെ ഏട്ടനെങ്കിലും എന്നെ വന്നൊന്ന് കാണാമായിരുന്നു. ഒരു കുറിപ്പ് പോലും അവൻ ഇതുവരെ അയച്ചില്ലല്ലോ. ചോദിച്ചാൽ ആരും ഒന്നും പറയില്ല. മാസങ്ങളായി കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലാണ് ഞാൻ. അസുഖം മാറാതെ അങ്ങനെയൊന്നും. എനിക്കിപ്പോഴും ഒരു രോഗവുമില്ല. ജ്യോതി എങ്കിലും പറയൂ. ജ്യോതി, നീ? അതെ രവി, എന്റെ വിവാഹം കഴിഞ്ഞു. അസുഖം ഭേദമാവുന്നവരെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതൊന്നും പറയേണ്ടെന്ന് കരുതിയാണ് പ്രൊഫസറും പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാം പറയാം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രവിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായപ്പോൾ ഏട്ടൻ പോലീസിൽ പരാതിപ്പെട്ടു. പിന്നീട് CM-നെ തന്നെ നേരിൽ കണ്ടിട്ടും ഒരു ഫലം ഉണ്ടായില്ല. ആ കേസിലെ പ്രതികൾ രവി അപായപ്പെടുത്തിയിരിക്കുമെന്ന് ഏട്ടൻ ഉറച്ചു വിശ്വസിച്ചു. ഞാനും. അവരോടുള്ള പകവച്ചാണ് ഏട്ടൻ ആ ഫോട്ടോകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് സംഭവങ്ങൾ തുടർച്ചയായി വിവരിച്ചെഴുതിയത്. തുടക്കത്തിലെ എതിർപ്പുണ്ടായിരുന്നു. ഊമ കത്തുകൾ, അനോണിമസ് ഫോൺ കോൾസ്. ചില റൗഡികൾ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. ഏടത്തിക്ക് ഭയമായിരുന്നു. പിന്മാറാൻ അവർ ഏട്ടനെ നിർബന്ധിച്ചു. ഞാൻ കൂടി അവരോടൊപ്പം പറഞ്ഞു നോക്കി. പക്ഷേ ഏട്ടൻ വഴങ്ങിയില്ല. അന്ന് ഞാനും ഏടത്തി മാർക്കറ്റിൽ പോയതായിരുന്നു. പിറന്നാളായിരുന്നു ഏട്ടന്റെ. വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ആ റൗഡികളായിരുന്നു അത്. രക്ഷപ്പെടാനാവണം. എടുത്തി ആ വഴിക്ക് വന്നൊരു ബസ്സിലോടി കയറി. சார் இந்தாங்க. என்ன இது? உங்ககிட்ட கொடுக்க சொன்னாங்க. யாரு? யாருன்னு தெரியல சார். இதே கூட உன் பத்திரிகையில போடுறான். അന്ന് രാത്രി ഏട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2-3 ദിവസത്തേക്ക് ഒരു വിവരമില്ല. എന്ത് ചെയ്യണോ എവിടെ പോകണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്താണ് സുധേട്ടൻ അവിടെ എത്തിയത്. അതൊരു വലിയ സഹായമായി. MP എന്ന നിലയിൽ തൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഏട്ടനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ആവുന്നത് ശ്രമിച്ചു. പക്ഷെ പോലീസ് ഏട്ടനെതിരെ ചാർജ് ചെയ്തത് വലിയ കുറ്റങ്ങളായിരുന്നു. പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ഫോട്ടോസ് എല്ലാം ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് അത് കാണിച്ച് ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് പലരിൽ നിന്നും പണം പറ്റിയെന്നാണ് പോലീസിൻ്റെ ചാർജ്. കുറ്റം സമ്മതിക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ഒരുപാട് ദ്രോഹിച്ചു. ജയൻ, നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം. കേസ് കോടതിയിലെത്തട്ടെ. ഒരു നല്ല ക്രിമിനൽ ലോയറെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ
ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ധൈര്യമായിരിക്കും. കോടതിയിൽ ഏട്ടന്റെ മൊഴികളും വക്കീലിന്റെ വാദങ്ങളും ഒന്നും വിലപ്പോയില്ല. പിഴച്ചുപോയ മക്കൾ നിരപരാധികളാണെന്ന് വരുത്തി തീർക്കാൻ ഏട്ടനെതിരെ സാക്ഷി പറഞ്ഞത് ഇവിടുത്തെ വൻ പണക്കാരും യോഗ്യന്മാരുമായിരുന്നു. ഫിനാൻസിയർ ചമൻലാൽ ജെയിൻ, മില്ലുടമ ചിദംബരം ചെട്ടിയാർ, ഹാർട്ട് സർജൻ ഡോക്ടർ അരുന്ധതി ദേവി, സോഷ്യൽ വർക്കർ മിസസ് മേനോൻ. സ്വന്തം മക്കളുടെ മുഖം രക്ഷിക്കാൻ അവരെല്ലാം ഒറ്റ സ്വരത്തിൽ എന്റെ ഏട്ടനെ കുറ്റക്കാരനാക്കുകയായിരുന്നു. ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാവാം ഏട്ടൻ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി. വേണ്ട സുധാര, മാറ്. ഇവിടെ ഇരിക്കും നീതി കിട്ടില്ല. ഞാൻ കൊല്ലും. എന്റെ ഭാര്യയെ നടുറോട്ടിലിട്ട് അപമാനിച്ചവർ, എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ചെറ്റകൾ, ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. പണവും പദവി അധികാരവും കൊണ്ട് സത്യത്തെ മറിച്ച് നിരപരാധികളെ ശിക്ഷിക്കുന്ന പട്ടിക്കഴുകുന്നവരെ ഞാൻ വിടില്ല. ഏട്ടന്റെ ശവസംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ ഏട്ടത്തെ വീട്ടുകാർ കൊണ്ടുപോയി. പിന്നീട് ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാൻ തന്നെ മോഹം ഉണ്ടായിരുന്നില്ല. അവിടെ സുധേട്ടനായിരുന്നു ഒരു ആശ്വാസം. കുറേശ്ശെയായി എന്നെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ചെവി തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ നീ ഇപ്പൊ സുധാകരന്റെ നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കുറ്റപ്പെടുത്തുകയില്ല. സുധാകരൻ, ജ്യോതി പോ. സാർ, CI ദൊര സാർ വന്നിട്ടുണ്ട്. ഒന്ന് കാണുമെന്ന് പറഞ്ഞു. സാർ, ദൊര പുതിയല്ലയാ? ബഷീർ, CI പോയോ? പോയി സാർ. കഴിഞ്ഞ കാര്യങ്ങൾ എന്തു ചോദിച്ചാലും ഒരക്ഷരം മിണ്ടരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ. എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങളും വാങ്ങണം. ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരുമോ? തരാം സാർ. DGP ചന്ദ്രശേഖരൻ നായർ ഇപ്പോ? സാറ് വോളണ്ടറി റിട്ടയർമെന്റിലാണ്. സാർ എവിടെ? മുകളിലുണ്ട്. രവിയുടെ കാര്യം ബഷീർ പറഞ്ഞിരുന്നു. പക്ഷെ ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചതല്ല. ഈ ഷെല്ലിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടാനാണ് എനിക്കിഷ്ടം. വാട്ട് ഡോക്ടേഴ്സ് കോൾ ഫോട്ടോഫോബിയ. എനിക്ക് പലതും അറിയാമായിരുന്നു. എന്റെ മോളുടെ മരണത്തിന് കാരണക്കാരായ കൊലയാളികളെ വരെ, സ്റ്റേറ്റിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലും തളച്ചിടാൻ പോകുന്നവർ
പണം കൊണ്ട് മൊത്തം അധികാരവർഗത്തെ വിലക്കിടക്കാൻ കഴിവുള്ളവർ. മാനസികമായി തളർന്ന എനിക്ക് അവർക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും രവി? ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സാർ എന്നെക്കുറിച്ച് അന്വേഷിക്കാത്തതിലുള്ള വൈരാഗ്യത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ സാറിന് ഈ നിലയിൽ... രവിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും, അന്വേഷിക്കാതെ തന്നെ. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ കാര്യങ്ങളല്ല, ഇനി അങ്ങോട്ട് താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. വഴിക്ക് ബഷീർ എന്നോടെല്ലാം പറഞ്ഞു. എന്റെ ശത്രുക്കൾ സ്റ്റേറ്റിലെ ലിക്കർ ലോബി മുഴുവൻ പിടിച്ചടക്കിയെന്ന്. സിറ്റിയിലെ ഏറ്റവും വലിയ ഹോട്ടൽ, ഡിസ്കോതേക്ക്, ഗാംബ്ലിംഗ് ഡൻ, ഈ സിറ്റി ഭരിക്കുന്നത് തന്നെ അവരാണെന്ന്. അതെ, ആ ഹോട്ടലും ഗാംബ്ലിംഗ് ഡെന്നുമൊക്കെ വെറും ഒരു മറ മാത്രം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റാക്കറ്റ്സ് ആണ്. രവി തിരിച്ചു വന്നെന്നറിഞ്ഞാൽ ചിലപ്പോൾ അവർ വീണ്ടും... അറിയാം സാർ.